അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ ഇന്നെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും വൈബാൻ സാദിഖ്. ഒരുപാട് നാളത്തെ ട്രാജിക്കൽ ആൻഡ് മാജിക്കൽ ഇവൻറ്റുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുണ്ടാവും ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനായിട്ട്, ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ എന്തായാലും കേരളത്തിലല്ല, ഇന്ത്യയിലല്ല എന്നുള്ള വിവരം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ 7-ാം കടലും കടന്ന് അങ്ങ് അകലെ അമേരിക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത്ര വേഗം എങ്ങനെ അമേരിക്കയിലെത്തി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അതൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ട്രാജിക്കൽ ആൻഡ് മാജിക്കൽ ഇവൻറ്റ്സ് എന്നൊക്കെ. അതുപോലെ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ വീടാണ് കാണുന്നത്. ഇപ്പോൾ 1.5 മാസമായി ഞങ്ങൾ അമേരിക്കയിൽ വന്നിട്ട്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ വീട്ടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള വീടുകളും നല്ല അറ്റ്മോസ്ഫിയറും പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോൾ ഒരു കുളിർമ, അത് കൂടാതെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു കുളിർമയും ഒക്കെ കൂടി ആയപ്പോഴാണ് എന്നാൽ ഒരു വീഡിയോ ചെയ്യാം, എന്നോടൊപ്പം നിങ്ങൾക്കും ആ ഒരു കുളിർമ, ആ ഒരു ഫീല് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ നാട്ടിലില്ലാത്ത കാഴ്ചകളൊക്കെ നമുക്ക് എന്നും ഒരു കൗതുകമാണല്ലോ. ഇതിപ്പോൾ ഇന്ന് ഞങ്ങൾ ബോസിൻ്റെ വീട്ടിൽ പോയപ്പോൾ ബോസിൻ്റെ വീട്ടിലുണ്ടായി നിൽക്കുന്ന ഒരു ആപ്പിൾ ട്രീ ആണ്. അപ്പോൾ അതിലങ്ങനെ ആപ്പിളൊക്കെ കുറേ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ഇതായിട്ട് മൂത്തിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ അതിൽ നിന്ന് കുറച്ച് മൂത്തത് നോക്കി ഒരു 5-6 എണ്ണമൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആപ്പിളെ വെച്ച് നോക്കുമ്പോൾ അത്ര മധുരമൊന്നും അങ്ങനെ ആയിട്ടില്ല. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലെ ആപ്പിളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ആപ്പിളായിരുന്നു. അപ്പോൾ ഞാനൊരു 5-6 പൊട്ടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ബോസ് പറഞ്ഞു 3-4 ദിവസം ഇരിക്കുമ്പോൾ മധുരം ആകും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാനിവിടെ 3-4 ദിവസം വെച്ചിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ മധുരമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ. മധുരമില്ലായികൊന്നുമില്ല, എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആപ്പിളിൻ്റെ ആ മധുരമൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും മധുരം എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഞങ്ങളുടെ ബിസിനസ് പ്രൊമോഷനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. എന്നാലും ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ കാണുമ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാലോ എന്നൊരു ആഗ്രഹം കൂടി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നാളും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക. അപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും ഞങ്ങളുടെ വിശേഷങ്ങളെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയൊക്കെ. അപ്പോൾ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് വരാം. ബൈ.